പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന ബന്ധുക്കൾ. ഭർത്താവ് കോയമ്പത്തൂരിൽ നിന്നെത്തിയ ഉടനെയാണ് സംഭവം. 4 വർഷമായി അസ്വാരസ്യം നിലനിൽക്കുന്നതായും ബന്ധുക്കൾ. ബെഡ്റൂമിൽ മയങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട് വിളിച്ചു. അതനുസരിച്ച് ഞങ്ങളൊരു 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ആശുപത്രിയിലെത്തി. അത് മരിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ കഴുത്തിൽ ചെറിയ ആളുകളായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. വിളിക്കാൻ എന്താ എത്ര നേരം ഈ പറഞ്ഞപ്പോൾ ഏതാ മേമ വന്നിട്ടുണ്ട്, അവിടെ മേമ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ എന്താണ് വിശേഷം ചോദിച്ചപ്പോൾ ഇവിടെയൊക്കെ പ്രശ്നമാണ്, എപ്പോഴും അതിന് ഫോൺ തന്നെ, വിള്ള കണ്ടാൽ ഫോൺ കെട്ടാക്കുക, വിള്ള കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തോ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ പറഞ്ഞു. അപ്പോഴേക്കും അവൻ കയറി വന്നു തോന്നുന്നു. അപ്പോഴേക്കും അമ്മ ഞാൻ നാളെ വിളിക്കാം, അതാ വരേണ്ടി തോന്നുന്നു, ഞാൻ നാളെ വിളിക്കാം പറഞ്ഞിട്ട് അവള് ഫോൺ കട്ടാക്കി. എൻ്റെ മകൾ അവൻ കൊന്നതാണ് എൻ്റെ മകളെ. എൻ്റെ മകൾ ഒരിക്കലും ചെയ്യില്ല, എന്റെ മകള് ചെയ്യില്ല, എന്റെ മകള് ചെയ്യില്ല, എന്റെ മകളെ കൊന്നു. ഞങ്ങളുടെ അടുത്ത് പറയുമല്ലോ, എന്റെ അടുത്ത് പറയുമല്ലോ, അച്ഛൻ്റെ അടുത്ത് പറയുമല്ലോ. സംഭവത്തിന് തൊട്ടുമുമ്പ് അമ്മയെ ഫോണിൽ വിളിച്ച് യുവതി പരാതി പറഞ്ഞിരുന്നു. ഭർത്താവ് വന്നെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. 5 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. കോയമ്പത്തൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ പ്രദീപ് ആഴ്ചയിലൊരിക്കലാണ് നാട്ടിലെത്താറ്. ആലത്തൂർ തോണിപ്പാടം വാവുള്യാപുരം കല്ലിങ്ങൽ വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ 24-കാരി നേഗയെയാണ് ബന്ധുക്കൾ ബുധനാഴ്ച രാത്രി ഭർത്താവിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആലത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ആലത്തൂർ പോലീസ് ഇയാൾക്കെതിരെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഭർത്താവ് പ്രദീപിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ഒരു മകളുണ്ട്. കണ്ണമ്പുറ കാരപ്പൊറ്റ കുന്നംപുള്ളിയിൽ വിരമിച്ച സൈനികനായ സുബ്രഹ്മണ്യന്റെ മകളാണ് മരണപ്പെട്ട നേഗ. പ്രശ്നം എന്താണ്? രാത്രി 10 മണിക്ക് വിളിച്ചിട്ട് എങ്ങനെയാ പറഞ്ഞത്? എന്നിട്ട് അവൻ 12 മണിക്ക് വിളിച്ചിട്ട് അമ്മ ഞാൻ പ്രദീപാണ്, എന്താണ് പപ്പി മയങ്ങി, അത് ആശുപത്രി ആലത്തൂര് അസീസിയിലാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്താ ചെയ്ത് എന്റെ മകളിനെ? ഞാൻ അപ്പൊ ചോദിച്ചു. അപ്പം ഫോണ് കട്ടാക്കി. പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാൻ എനിക്ക് നമ്പർ കിട്ടില്ല. അവന്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടില്ല, വേറെ ഏതോ വന്ന നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ എന്റെ ആങ്ങളുടെ അടുത്തും അവരുടെ അടുത്തൊക്കെ വിളിക്കണേ പറഞ്ഞു. എന്താണ് പറഞ്ഞപ്പോ പപ്പി പിന്നെ കുഴഞ്ഞു അസീസിലാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല പറഞ്ഞു. ഇവര് പറഞ്ഞു ഒന്നുമില്ല, ECG എടുക്കാൻ കയറ്റിയിരിക്കണേ പറഞ്ഞിട്ട് എന്റെ പിള്ളേർ എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ പോയി നോക്കിയപ്പോഴേ കല്യാണം കഴിച്ചൊരു 2-3 മാസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവനെ സംശയമുണ്ട്, പിന്നെ അടിയും തല്ലും പീഡനവും ഒക്കെ ഉള്ളതാണ്. അതിവിടെ വന്ന് പരാതി പറയാറുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് പരാതിയൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ ചെറിയ പ്രശ്നമല്ലേ, കുറച്ചും കൂടി പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികളുണ്ടായതിനു ശേഷം കുറച്ച് സമയത്തേക്കില്ല. പിന്നീട് ഇവിടെ അടിയും തല്ലും ദിവസവും ഉപദ്രവമാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് വിളിക്കുമ്പോഴും അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നേരം വിളിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കാൻ വരാം, എൻ്റെ മുകളിൽ വിളിക്കാൻ വരാം, ഞങ്ങൾ ഇവിടെ ഇരിക്കാം, കുഴപ്പമില്ല, അതെന്തെങ്കിലും ചെയ്യാൻ നേരം വിളിക്കട്ടെ എന്ന് പറഞ്ഞാണ്. നേരം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കുന്നത് 12 മണിക്കാണ്. 12 മണിക്ക് ആശുപത്രിയിൽ നിന്ന് വെച്ചിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. ആ ചെറുക്കൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ അടുത്ത് ഞങ്ങളവിടെ വെച്ച് ആശുപത്രി വെച്ചപ്പോൾ കണ്ടു. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് പറയുക പറഞ്ഞപ്പോഴാണ് പറഞ്ഞു അവിടെ ടേബിൾ ഫാനിൻ്റെ വയർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മുകളിലാണ് ഇവർ താമസം. അപ്പോൾ ഈ ബോഡി എങ്ങനെ ഇവർ ഇത്രയും പേര് ചേർന്നിട്ട് താഴത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയില്ല. പോലീസുകാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അമ്മയും മകനുമാണ് ഇതിന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇത് കൊലപാതകമാണ്, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചൊന്നുമല്ല. അവൾ 2 ദിവസം മുന്നേ ഞാനൊരിക്കലും ഒരു ആത്മഹത്യ ഞാൻ ചെയ്യില്ല, എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്, ഇവിടെ ആമ്പിള്ളേർ ആരുമില്ല, ആ കുട്ടിക്ക് ഇവിടെ വന്നിരിക്കാം, അച്ഛനമ്മനെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കുക, അതിനൊരു ശല്യമില്ല. അപ്പോൾ ഇത്രയും അവൾക്ക് അറിയുകയും ചെയ്യാം. ഇവൻ വന്നതിന് ശേഷമാണ്, ഇവൻ വരുന്നതിൻ്റെ മുന്നാണ് ഫോൺ ചെയ്തത്. ഇവൻ ലീവിന് വന്നിരിക്കുന്നത് ഇന്നലെയാണ്. കോയമ്പത്തൂരാണ് അവൻ ജോലിക്ക് പോയിരിക്കുന്നത്. ഇവൻ ലീവിന് വന്നിരിക്കുന്നത് ഇന്നലെയാണ്. അതുകൊണ്ട് പിന്നെ പോലീസുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ ജീവപര്യന്തം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒതുങ്ങിയിരിക്കും. അതല്ല അവന് ജാമ്യം കൊടുക്കാനാണ് അനുവദിച്ചിരിക്കുന്നതെങ്കിൽ നാട്ടുകാരിവിടെ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അതിനുള്ള തീരുമാനം ആക്കണം. അത് ഇപ്പോൾ ഇത്രയും ചാനലുകാർ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനുള്ള തീരുമാനം എല്ലാവരും കൂടി ആക്കി തന്നേ പറ്റുള്ളൂ. കാരണം ഇനിയൊരു കുട്ടിക്ക് ഈ മരണം ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായില്ലേ? എന്തായാലും പോയി ഞങ്ങളുടെ മക്കൾ. ഇനിയൊരു കുട്ടി ഇവിടെ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അവന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതന്നെയായിരിക്കും അവൻ്റെ സ്വഭാവം. അവൻ മദ്യപിക്കുകയുമില്ല, മയക്കുമരുന്നൊന്നും അടിക്കാത്ത ആളാണ്. അതുകൊണ്ട് അവനെ ഇനിയും ഇങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത്. യുവതി തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
അതേസമയം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ നേഗ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടതായാണ് ഭർത്താവ് പറയുന്നത്. മരണത്തിൽ പങ്കില്ലെന്നാണ് പ്രദീപ് പറയുന്നത്. കട്ടിലിന് താഴെ തൊട്ടിലിന്റെ കയർ കണ്ടെന്നും പ്രദീപ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.